കർക്കിടകമായി കഴിഞ്ഞാല് ബലിയിടാൻ പോകും. അത് നിർബന്ധമാണ്. വർഷത്തിൽ എന്തായാലും ഒരു തവണയെങ്കിലും മുടക്കാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലൊന്നും ഇതാണ്. അച്ഛനും ഞാനും വെച്ച് പിടിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ കടപ്പുറത്തേക്ക് പോകാനായിട്ടാണ്. എല്ലാ വർഷവും അവിടെ തന്നെ ബലിയിടുന്നത്. ഇത്തവണയും അതിലൊരു മുടക്കം വരുത്താതിരിക്കാൻ രാവിലെ ഞങ്ങൾ വെളുപ്പിന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷത്തിനേക്കാളും തിരക്ക് കുറവെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ പറഞ്ഞ കൂടുതലാണെന്ന്. കമ്പാരിറ്റീവ്ലി എനിക്ക് തിരക്കും തിക്കും കുറവായിട്ടാണ് തോന്നിയത്. അച്ഛൻ ബലിയിടാൻ പോയ നേരത്തെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ പോയ സമയത്ത് അച്ഛൻ എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ പോയി കുറെ നേരം കഴിഞ്ഞിട്ട് അച്ഛനെ കാണാത്തത് പിന്നെ ഞാൻ അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വരുന്നു. തല തൊട്ട് കാൽപാദം വരെ മണലാണ്. ഞാൻ ഇനി മണൽ മാഫിയാണോ എന്ന് തോന്നിപ്പോ. അതുപോലെ തുണി നിറച്ച് മണലാണ്. തുണി നിറച്ചത് മാത്രമല്ല, ചെരുപ്പിനകത്ത് ഞാൻ കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട്. അച്ഛൻ വരാൻ വൈകുന്നോണ്ട് തന്നെ ഞാൻ വായി നോക്കി നിൽക്കാതെ അങ്ങനെ എന്റെ കണ്ണിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എന്താ ഇവിടെ നടക്കുന്നത്? എന്നും കാണാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്ന രീതിയിൽ ഇവമാറും ഇരിക്കും. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഉള്ളിലെ ടിപ്പിക്കൽ മലയാളി ഉണർന്നു. എന്താ ലേറ്റ് ആയത്? ഇത്ര നേരം എടുത്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഒരു ചോദ്യമായിരുന്നു. പിന്നോട്ട് സമയം കളഞ്ഞില്ല. കളിച്ചു നിൽക്കുന്ന കടലിൽ ഒരു വീഡിയോ എടുത്ത് അപ്പൊ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ബലിയിട്ടിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഒന്നുകൂടി നല്ലപോലെ മുങ്ങാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പെട്ടെന്ന് ഒരു അപ്പാപ്പൻ കരുതി ഞാൻ വീണതാണെന്ന് കരുതി ആളെന്നെ കയറി കൈ കയറി പിടിച്ച് തള്ളിപ്പോയി. ആളപ്പോഴത്തെ ടെൻഷൻ കയറിയായിരിക്കും. സത്യാവസ്ഥ ഞാൻ മുങ്ങിയതായിരുന്നു ഗൈസ്. പക്ഷെ ആൾ പേടിച്ചു പോയത് കൊണ്ടാന്ന് തോന്നുന്നു. വേറൊരു ആന്റി എന്നെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യാവസ്ഥ അവരറിഞ്ഞില്ല. എന്തായാലും അവർ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ അടിപൊളിയായിരുന്നു. ഓക്കെ, ബൈ.